ഹലോ ഫ്രണ്ട്സ്, കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടുകയാണ്. ഇത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് തയ്യലിന് അത്യാവശ്യം വേണ്ടിയ ഒരു സാധനമാണ് ഞാൻ മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നും. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കിയാലോ. അതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സാധനം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല നമ്മൾ മേടിച്ചത്, ഒരു പ്രസ് ബട്ടൻ്റെ മെഷീനാണ് കേട്ടോ. നമുക്ക് പ്രസ് ബട്ടനൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് എളുപ്പത്തിന് തയ്ക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു പഞ്ചിങ് പോലത്തെ ഒരു മെഷീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പുറത്തോട്ടൊന്ന് എടുക്കാം കേട്ടോ, കവറിങ് എല്ലാം. ഈ ഒരു ചെറിയ ബോക്സിനകത്ത് 100 പ്രസ് ബട്ടൺ ഉണ്ടെന്നാണ് കേട്ടോ മൊത്തത്തിൽ പറഞ്ഞത്. നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അതിനകത്ത് കണ്ടത് 100 എണ്ണം ഉണ്ടെന്നാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഇതും കിട്ടിയിട്ടുണ്ട്, പ്രസ് ബട്ടൺ. ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ലോക്കൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. നമുക്കപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു പെട്ടിക്കകത്ത് നിന്ന് ഇതുപോലെ 4 ഐറ്റം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ മുള്ളു പോലത്തെ ഒരു സാധനം നമ്മൾ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ തുണിയുടെ നല്ല വശത്തൊക്കെ കാണത്തില്ലേ ആ ഒരു വട്ടം, അതാണ് ഈ ഒരു മുള്ളിൻ്റെ സാധനം. പിന്നെ അകത്ത് നമ്മൾ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നമ്മുടെ പ്രസ് ബട്ടനായിട്ടുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്. ഇനി ഈ ഒരു സാധനം ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു സാധനത്തിന് ഫ്രണ്ടും ബാക്കും കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് പാടാണ്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി ആട്ടോ. അതിൻ്റെ ആ വലിയ റൗണ്ടുള്ളത് ബാക്ക് സൈഡും നല്ല ആ കുഞ്ഞ് റൗണ്ടുള്ളത് നമ്മുടെ ഈ ഒരു ബട്ടനുമായിട്ട് നമ്മൾ യോജിപ്പിക്കുന്ന സൈഡാണ്, അതായത് നമ്മുടെ നല്ല വശം എന്ന് വേണേൽ പറയാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ നമ്മുടെ ആ ഒരു ബട്ടൻ്റെ മുകളിലേക്ക് നമ്മുടെ ചെറിയ വശയിൽ ചെറിയ റൗണ്ട്, അതാണ് നമ്മളിതുപോലെ കമത്തി വെക്കുന്നത്. വലിയ റൗണ്ടിൽ നമ്മൾ ആ ഒരു ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ മെഷീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമ്മളൊന്ന് അമക്കി പിടിക്കുക. ജസ്റ്റ് ഒന്ന് അമക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമക്കി ഇനി നമുക്ക് ആ ഒരു ലോക്കിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് തട്ടി വിട്ടാൽ മതി. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്യണേ, ജസ്റ്റ് ഒന്ന് അമക്കിയിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ലോക്കിൻ്റെ നേരെ അവിടെയുള്ള ഭാഗത്തേക്ക് ഈ ഒരു മുള്ളു പോലത്തെ സംഭവമില്ലേ, ഈ ഒരു നമ്മുടെ നല്ല വശത്ത് കാണുന്ന രീതിയിലുള്ള ആ ഒരു സാധനം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് മുള്ളു പോലത്തെ ആ ഒരു വശമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ ഈ ഒരു ബട്ടൻ്റെ ഇത് വെച്ച് കൊടുക്കുക. ഈ ബട്ടൻ്റെ ഈ ഒരു സാധനം അകത്തേക്കാണ് കേട്ടോ വെക്കുന്നത്, പുറമേ ആ ഒരു റൗണ്ട്. ഇനി നമുക്കൊരു പീസ് ചെറിയ തുണി അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ എവിടെയാണോ നമുക്ക് ഈ ഒരു ബട്ടൺ വെക്കേണ്ടത് അവിടേക്ക് നമുക്ക് ഇതൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നല്ല വശം അകത്താക്കി, ചീത്ത വശത്താണ് കേട്ടോ നമ്മളിത് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർത്താൽ മതി, നല്ല ആ ഒരു മുള്ളു പോലത്തെ സാധനം നല്ല വശത്തിൻ്റെ സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അമക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ ബട്ടൺ ഇവിടെ പ്രസ്സായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പ്രസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നല്ല വശത്താണ് കേട്ടോ ഇപ്പോൾ ഈ ആ ഒരു റൗണ്ട് കാണുന്നത്. ഇനി നമുക്ക് മറ്റേ വശം കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ലോക്കിൻ്റെ വശത്തേക്ക് നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ആ ഒരു മറ്റേ സാധനമാണ് വെച്ച് കൊടുക്കേണ്ടത്, കമ്പിയുള്ളത്. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുക്കുമ്പോൾ വലിയ റൗണ്ടാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ നേരെ ഫേസ് ചെയ്യുന്നത്. ഇപ്പുറത്ത് ആ ഒരു കമ്പിയുടേതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നല്ല തുണിയുടെ നല്ല വശത്തിൻ്റെ അവിടെ കമ്പി സൈഡ് വരുന്ന രീതിയിൽ, ഇപ്പം ചീത്ത വശത്ത് വെച്ചാണ് നമ്മൾ ഈ കാണുന്നത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്കിനും ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് കണ്ടില്ല, നല്ല വശത്ത് ആ ഒരു വട്ടത്തിലുള്ളതാണ് വന്നത്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ അടച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രസ് ബട്ടൺ അങ്ങനെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് വലിച്ച് തുറക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് സിംഗിൾ തുണിയുണ്ട്, ഇച്ചിരി നമുക്ക് വലിയുമായിരിക്കും, പക്ഷെ നല്ല തുണിയിൽ നല്ല കട്ടിയിലൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.